ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2025 ഡിസംബർ മാസം 17 ബുധനാഴ്ച. എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ഇത്തവണ ത്രയോദശി തിഥി തുടങ്ങുന്നത് 2025 ഡിസംബർ മാസം 16 രാത്രി 11:57 മുതൽ 2025 18 പുലർച്ചെ 2:32 വരെയാണ്. സന്ധ്യാസമയത്ത് എപ്പോഴാണോ ത്രയോദശി തിഥി വരുന്നത് അന്നാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2025 ഡിസംബർ മാസം 17 നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് എല്ലാ മാസവും വരുന്ന പ്രദോഷം. പ്രദോഷ കാലസന്ധ്യാസമയത്ത് നമ്മൾ നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ധാരാളം ശിവഭക്തർ പ്രദോഷ വ്രതമായിട്ട് തന്നെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രദോഷ വ്രതം എടുക്കുന്നത്? പ്രദോഷ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാമം ജപിച്ച് നമ്മൾ ഭസ്മമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം സന്ധ്യാസമയം വരെ സാധാരണ ആരോഗ്യമുള്ള ആളുകൾ ജലപാനം പോലും കഴിക്കാതെ നമഃശിവായ മന്ത്രം ജപിച്ചിരുന്ന് പ്രാർത്ഥിക്കും. സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും അവിടെ നൈവേദ്യമായി പഴങ്ങളും കരിക്കുമൊക്കെ സമർപ്പിച്ചിട്ട് അത് പൂജിച്ചു മേടിച്ച് ആ ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം അവ നമ്മൾ പ്രസാദമായി കഴിക്കും. അതോടുകൂടി നമ്മുടെ പ്രദോഷവ്രതം അവസാനിക്കുന്നു. അതിനുശേഷം ശുദ്ധമായ അരിഭക്ഷണം കഴിക്കും. മഹാശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രദോഷ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് ദീപാരാധന പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ അന്നദാനമുണ്ടായിരിക്കും. ചോറ്, ഉള്ളി ചേർക്കാത്ത ചമ്മന്തി, മോര്, സാമ്പാർ ഇതൊക്കെ കിട്ടാറുണ്ട്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്ന് അല്പം പടച്ചോറ് നമ്മൾ എഴുതി വഴിപാടായി മേടിക്കുക. അല്ല അതിനും സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക്, അതായത് കരിക്കും പഴങ്ങളുമൊക്കെ നൈവേദ്യമായി സ്വീകരിച്ച് നമ്മുടെ വ്രതം ഒക്കെ അവസാനിപ്പിച്ചതിനു ശേഷം വീട്ടിൽ വന്നിട്ട് അല്പം പച്ചരിയോ ഉണക്കലരിയോ വല്ലതും വെച്ച് നമ്മൾ അല്പം മോരോ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോഴും ഉള്ളി വർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത്. ഇങ്ങനെയാണ് സാധാരണ ആരോഗ്യമുള്ള ആളുകൾ ചെയ്യുന്നത്. ആരോഗ്യമില്ലാത്ത ആളുകൾ പകൽ സമയത്ത് നിങ്ങൾക്ക് ഗോതമ്പ് കഴിക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളുമൊക്കെ കഴിക്കാം. അരിഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ഇത്തവണ ബുധനാഴ്ചയാണ് പ്രദോഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷത്തിന് ബുധപ്രദോഷം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രദോഷ സന്ധ്യാകാലത്തിന് അല്ലെങ്കിൽ ഈ ത്രയോദശി സന്ധ്യാസമയത്തിന് ഇത്രയും പ്രാധാന്യം കൈവന്നത്? പണ്ട് പാലാഴി മഥനം നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം ചെയ്തത്? അതായത് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ട് ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കുന്നു. ആ ജരാനരകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് അമൃത് ഭക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് അമൃത് കടഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദേവന്മാർക്ക് ഒറ്റയ്ക്ക് കടയാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി അസുരന്മാരെ കൂടി കൂട്ടിന് വിളിക്കുന്നു. പക്ഷേ അസുരന്മാർ വന്നില്ല. ആ സമയത്ത് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ്, മഹാദേവൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് അവർ എത്താൻ തയ്യാറായത്. അതിനുശേഷം മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. ആ സമയത്ത് ഈ വാസുകി എന്ന നാഗത്തിന് വളരെയധികം ക്ഷീണം തോന്നുന്നു. കാരണം ഒന്നാമത് ഈ മന്ധരപർവ്വതത്തെ ചുറ്റി വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് ദേവന്മാരും അസുരന്മാരും കൂടി ഈ വാസുകി എന്ന നാഗത്തെ.
തലഭാഗത്ത് അസുരന്മാരും വാലുഭാഗത്ത് ദേവന്മാരും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അതുകൂടാതെ ഈ മന്ധരപർവ്വതത്തിൻ്റെ ആ ശരീരത്തെ മന്ധരപർവ്വതത്തെ ചുറ്റി വരഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ശരീരം വല്ലാതെ പൊട്ടുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നത് കൊണ്ട് വല്ലാതെ തല കറങ്ങുന്നത് പോലെയൊക്കെ വാസുകിക്ക് തോന്നുന്നു. അങ്ങനെ വാസുകിക്ക് ഛർദ്ദിക്കാനായി വരികയാണ്. വാസുകി ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ തുറന്നിട്ട് നാക്കൊക്കെ പുറത്തേക്ക് ഛർദ്ദിക്കാനായിട്ട് നീട്ടുന്നു. അതുപോലെ തന്നെ കണ്ണുകളൊക്കെ തുറിക്കുന്നു. ആ സമയത്ത് തന്നെ, അതായത് വാസുകി ഛർദ്ദിച്ചില്ല, അതിനു മുമ്പ് തന്നെ 14 ലോകങ്ങളിലും വസിക്കുന്ന ജീവികൾക്ക് ശ്വാസം മുട്ടി. കാരണം അത്ര കൊടിയ വിഷമാണ് വാസുകി ഛർദ്ദിക്കാനായിട്ട് പോകുന്നത്. ആ കാളകൂട വിഷം താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളും നശിക്കും. ഇനി എന്തു ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും മഹാദേവനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ മഹാദേവൻ ഈ ലോകത്തിന് രക്ഷയ്ക്കായി പെട്ടെന്ന് തന്നെ ഈ ലോകത്തെ രക്ഷിക്കുന്നതിനായി ആ കാളകൂട വിഷത്തെ തൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. ആ വിഷത്തെ താഴേക്ക് കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ അത് ഈ ലോകത്തിലുള്ള സകലമാന ജീവികളെയും രക്ഷിക്കുന്നതിനായി ആ വിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. അതോടുകൂടി ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്യുന്നു. ആ വിഷം ഭഗവാന്റെ തിരുകണ്ഠത്തിൽ ഉറച്ചുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. കൊടിയ വിഷമാണ് എന്തായാലും ഭഗവാൻ ഭക്ഷിച്ചത്. അതോടുകൂടി ഭഗവാന് ഒരു ചെറിയ ക്ഷീണമുണ്ടാവുകയും ഭഗവാൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. അല്പസമയം കിടക്കുന്നു. അതോടുകൂടി പാർവതീദേവിക്ക് വളരെയധികം സങ്കടം തോന്നുകയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. സകല ദേവന്മാരും അവിടെ സന്നിഹിതരായി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദേവിയുടെയും ഭഗവാന്റെയും ചുറ്റിനും നിന്നു. അതുപോലെ തന്നെ ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, സപ്തർഷികൾ എന്നുവേണ്ട എല്ലാവരും അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തൊഴുകൈയോടുകൂടി അവിടെ കാത്ത് നിന്നു. അതിനുശേഷം ഭഗവാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നു. അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റത്, മഹാദേവൻ ഉണർന്ന് എഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാസമയത്താണ്. സകല ദോഷങ്ങളെയും മാറ്റിക്കൊണ്ട് ഭഗവാൻ ഉണർന്ന് എഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാകാലത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ത്രയോദശി സന്ധ്യാകാലത്തിന് പ്രദോഷം എന്ന് പേര് വരികയും ഭഗവാൻ ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത്. പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായിട്ടാണ് ഭഗവാൻ ആനന്ദ നടനമാടിയത് എന്നാണ് വിശ്വസിക്കുന്നത്. പാർവതീദേവി സന്തോഷിച്ചു, സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. അങ്ങനെ എല്ലാ ദേവന്മാരും ഭഗവാനെ സ്തുതിച്ചു. എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദോഷകാല സന്ധ്യാസമയത്തും നമഃശിവായ മന്ത്രം ആര് എവിടെ ഇരുന്ന് ജപിക്കുന്നുവോ അവിടെ സകല ദേവതാ സാന്നിധ്യം ഉണ്ടാകുമെന്നും ആരാണോ ജപിക്കുന്നത് അവർക്ക് സകല ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അന്നേ ദിവസം പ്രദോഷ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം അത് നടരാജ രൂപമാണ്. നടരാജ രൂപത്തിൽ വേണം അന്നേ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. അന്നേ ദിവസം നമുക്ക് ഭഗവാന് ജലധാര അല്ലെങ്കിൽ ക്ഷീരധാര ഏതെങ്കിലും ഒരു ധാര ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ശ്രീ പാർവതീദേവിക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ പേരിൽ മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ ഒരു അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇത്തവണ ബുധനാഴ്ച ദിവസമാണ് പ്രദോഷം വരുന്നത്. ബുധനാഴ്ച വരുന്ന പ്രദോഷത്തെ ബുധപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. ഈ ബുധപ്രദോഷത്തെ സംബന്ധിച്ച് ഒരു കഥയുണ്ട്. അതായത് നമുക്കറിയാം, സൂതനാണ് ശൗനകൻ മുതലായ മഹർഷിമാരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പണ്ട് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ വീട്ടിലാണ്. ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് ഇദ്ദേഹം ഒരു ബുധനാഴ്ച ദിവസമാണ് ചെല്ലുന്നത്. ആ ബുധനാഴ്ച ദിവസം, അന്ന് ബുധനാഴ്ചയും ഒരു പ്രദോഷ ദിവസവും കൂടിയായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള മറ്റാളുകൾ പറഞ്ഞു, ബുധനാഴ്ച ദിവസമായിട്ട് ഇന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ട, പ്രത്യേകിച്ച് ഇന്ന് പ്രദോഷം കൂടിയാണ്, വ്രതത്തിലാണ്, അതുകൊണ്ട് ഇന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ട, അത് നല്ലതല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ മരുമകൻ അമ്മായി അച്ഛനോട് പറയുകയാണ്, ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണ്, ഇങ്ങനെ ബുധനാഴ്ച ചൊവ്വാഴ്ച എന്നൊക്കെ പറയുന്നതും പ്രദോഷം ഏകാദശി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഈ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഈ ബുധനാഴ്ച ദിവസം, ഈ പ്രദോഷ ദിവസം ഈ മരുമകൻ അവിടെ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ ഇവരൊരു കാളവണ്ടിയിലാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഭാര്യയ്ക്ക് അല്പം ദാഹമുണ്ടായി. ഉടൻ തന്നെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഈ ഭർത്താവ് വെള്ളം എടുക്കാനായിട്ട് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ ഒരു പാത്രവും എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ വെള്ളവുമൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭാര്യ ഈ കാളവണ്ടിയിലിരുന്ന് മറ്റൊരു പുരുഷനോട് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈ അപരിചിതനായ മറ്റേ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഭാര്യയ്ക്ക്, തൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ ഭാര്യ ഇങ്ങനെ ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഭർത്താവിന് വളരെയധികം ദേഷ്യം തോന്നുകയും ഭാര്യയുടെ അടുക്കലേക്ക് വന്നിട്ട് വഴക്കുണ്ടാക്കാനായി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ അപരിചിതനായ മനുഷ്യനും തന്നെ പോലെ തന്നെ ഇരിക്കുന്നു. തൻ്റെ ഭർത്താവാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് തൻ്റെ ഭാര്യ ഇപ്രകാരം ചെയ്തത് എന്ന് മനസ്സിലാവുകയും ഇവർ രണ്ടുപേരും, അതായത് ഈ രണ്ട് ആണുങ്ങളും തമ്മിൽ വലിയ ഒരു വഴക്ക് അവിടെ നടക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ധാരാളം ആളുകൾ കൂടുകയും അവർ പരസ്പരം അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഈ സ്ത്രീ വളരെയധികം വിഷമിച്ച് കരയാനായിട്ട് തുടങ്ങുന്നു. ഈ സ്ത്രീ വളരെയധികം വിഷമിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ യഥാർത്ഥ ഭർത്താവ് ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. അല്ലയോ മഹാദേവ, എൻ്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അങ്ങ് കൊടുത്തത് ഒരു പക്ഷേ ഞാൻ അങ്ങയുടെ വ്രതമായ പ്രദോഷവ്രതം മുടക്കിയതുകൊണ്ടാണോ? അങ്ങ് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റ് പൊറുക്കണമേ, എൻ്റെ ഭാര്യയ്ക്ക് ശരിയായ ഭർത്താവിനെ കാണിച്ച് കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാദേവനോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ആ എതിർഭാഗത്ത് വന്ന, അതായത് ആ അപരിചിതനായ ആ മനുഷ്യൻ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും പിന്നീടുള്ള എല്ലാ പ്രദോഷങ്ങളും അവർ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അവർ എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് സൂതൻ, ശൗനകൻ തുടങ്ങിയ മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ബുധപ്രദോഷത്തിൻ്റെ കഥ. മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനായി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ത്രയോദശി ദിവസം. വ്രതമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. അല്ല, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ത്രയോദശി സന്ധ്യാവേളയിൽ എത്ര സമയം നമഃശിവായ മന്ത്രം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും സമയം നമഃശിവായ മന്ത്രം ജപിക്കുക. പ്രദോഷ ദിവസത്തെ ഏറ്റവും ഉത്തമമായ പൂജാ സമയമെന്ന് പറയുന്നത് 2025 ഡിസംബർ മാസം 17-ാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് 6:07 മുതൽ 8:36 വരെയാണ്. അത്രയും സമയം നമഃശിവായ മന്ത്രം ജപിക്കുകയോ ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കുകയോ നമുക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ശിവഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയോ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സകല ദേവന്മാരുടെയും അനുഗ്രഹം, മഹാദേവൻ്റെ ഉൾപ്പെടെ സകല ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകുമെന്നും മഹാദേവൻ്റെ പ്രീതി അപാരമായി നമുക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. സകല ദോഷങ്ങളിൽ നിന്നും മഹാദേവൻ നമ്മളെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കുന്നു. ഉറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രദോഷ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമജപം അത് മാത്രമേ ഉള്ളൂ കലിയുഗത്തിൽ രക്ഷ എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.